കഥയുടെ പേരാണ് പലഹാരക്കൊതിയന്മാർ. വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും. ഒരു ദിവസം ചോണൻ ധൃതിയിൽ എവിടേക്കോ പോണത് മണിയൻ കണ്ടു. എങ്ങോട്ടാണ് അവനിങ്ങനെ ഓടുന്നത്? മണിയൻ പിറകെ ചെന്നു. പൊന്നാനി ചന്ത വരെ പോണെന്റെ മണിയാ, വഴി മാറ്, തീരെ നേരില്ല. പറഞ്ഞു തീരും മുമ്പേ ചോണൻ ഓടാൻ തുടങ്ങി. പൊന്നാനി ചന്തയിൽ എന്താണ് ഇത്ര വിശേഷങ്ങൾ? അതറിയാൻ മണിയന് തിടുക്കമായി. അപ്പോൾ നീ അറിഞ്ഞില്ലേ? അപ്പാന്യം. മണിയനൊന്നും മനസ്സിലായില്ല. അവൻ ആദ്യമായിട്ടാണ് അപ്പാന്യം എന്ന വാക്കു തന്നെ കേൾക്കുന്നത്. അപ്പാന്യോ? എന്താണത്? മണിയന്റെ ചോദ്യം കേട്ട് ചോണന് ശരിക്കും ദേഷ്യം വന്നു. കഷ്ടം തന്നെ, ഇവന്റെ ഒരു കാര്യം. അപ്പാന്യം എന്താണെന്ന് അറിയാത്ത ഉറുമ്പുകളോ? അപ്പാന്യം എന്ന് പറഞ്ഞാൽ അപ്പവാണിഭം. പൊന്നാനി ചന്തയിലാണ് മണിയ അപ്പത്തിന്റെ വാണിഭം. പൊടി പൊടിച്ച അപ്പക്കച്ചോടാണ്, മനസ്സിലായോ? അപ്പത്തിന്റെ ചന്തയോ? മണിയൻ കണ്ണു വീഴ്ച നിന്ന് പോയി. കോഴിക്കോട്ടെ ഈ വലിയങ്ങാടിയിൽ കിട്ടാത്ത എന്തപ്പങ്ങളാണ് അപ്പാന്യത്തിൽ ഉണ്ടാവുക? നെയ്യലുവ, കറുത്തലുവ, വെളുത്തലുവ, മഞ്ഞലുവ, ചോന്നലുവ, പച്ചലുവ, മഞ്ഞ ജിലേബി, വെള്ള ജിലേബി, ചോന്ന ജിലേബി, ചക്ക വറുത്തത്, ചേന വറുത്തത്, കായ വറുത്തത്, കപ്പ വറുത്തത്, ഈത്തപ്പഴം പൊരി, 6-ാം നമ്പർ, മൈസൂർ പാക്ക്, കല്ലുമക്കായി പൊരിച്ചത്, ഇവയല്ലേ പലഹാരങ്ങൾ. മസാല ദോശ, നെയ്റോസ്റ്റ്, പൊറോട്ട, കൊഴുക്കട്ട, അട, വട, പക്കവട, ഉണ്ട, ബോണ്ട, സുഖിയൻ, ചിക്കൻ റോൾ, മുട്ടപ്പപ്സ്, പഴംപൊരി, നെയ്യപ്പം, ഇടിയപ്പം, കലത്തപ്പം, കരോലപ്പം, കായപ്പം, ഈന്തപ്പം, ഊത്തപ്പം, അച്ചപ്പം, ഇവയല്ലേ അപ്പങ്ങൾ. ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വെറുതെ പോണോ ചോണ? ഇക്കാലത്തുമുണ്ടോ ഇങ്ങനെയുള്ള മണ്ടനുറുമ്പുകൾ? മണിയന്റെ സംശയം കണ്ട് ചോണന് പുച്ഛം തോന്നി. ഇവൻ എങ്ങനെ എന്റെ ചങ്ങാതിയായി? നീ മുട്ട സുർക്കാന്ന് കേട്ടിട്ടുണ്ടോ മണിയ? മുട്ട സുർക്കയോ? എന്താണത്? മുട്ടമാല തിന്നിട്ടുണ്ടോ? ഇല്ല ചോണ, എന്താണത്? ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ, മഞ്ഞക്കുരു, അത് മാത്രം എടുത്ത് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓട്ടകളുള്ള ചിരട്ടയിലൂടെ നൂല് പോലെയാക്കി പഞ്ചാരപ്പാവിലൊഴിച്ച് അലിയിച്ചലിയിച്ചങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് എന്റെ മണിയോ ഈ മുട്ടമാല. ആ, അതിന്റെ ഒരു മണം, അതിന്റെ ഒരു രുചി, അതിന്റെ ഒരു ചന്തം. നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞങ്ങനെ പോകും നമ്മൾ. നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞു പോകുന്ന നൂല് പോലുള്ള മുട്ടമാലയെ കുറിച്ച് മണിയൻ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുട്ടയുടെ വെള്ളക്കരു അവർ എന്തു ചെയ്യും? വെറുതെ കളയുമോ? മണിയന് സംശയമായി. ഹേയ് ഇല്ല, അത് പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മണിയ മുട്ട സുർക്ക. നിൽക്കട ചോണ, എന്നാൽ ഞാനും വരാം. കൊതിമൂത്ത മണിയൻ ചോണന്റെ പിന്നാലെ ഓടി. പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും ഓർത്ത് മണിയന്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി. കല്ലായിപ്പുഴയും കവിഞ്ഞ് കുറേ വെള്ളവും കടലിലേക്കും ഒഴുകി. കൂട്ടുകാരെ, ഇതുപോലെയുള്ള മനോഹരമായ കഥകൾ ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ.